ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചാണ്. ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിലൊന്നാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസം ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂരിലെ പ്രതിഷ്ഠാദിനമായാണ് ഇത് കണക്കാക്കി വരുന്നത്. ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തുന്ന ആഘോഷം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി. ദശമി ദിവസം പുലർച്ചെ 3 മണിക്ക് തുറക്കുന്ന ക്ഷേത്രനട ദ്വാദശി ദിവസം രാവിലെ 9 വരെ തുറന്നു വയ്ക്കുന്നത് ഭക്തർക്കെല്ലാം തന്നെ ദർശനം നൽകാനാണ്. ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശി വന്നിരിക്കുന്നത് ഡിസംബർ 11 ബുധനാഴ്ചയാണ്. എന്താണ് ഗുരുവായൂർ ഏകാദശി? ഒരു ചന്ദ്രമാസത്തില് വെളുത്തതും കറുത്തതുമായിട്ട് 2 പക്ഷങ്ങൾ ഉണ്ടാവും. ഇരുപക്ഷങ്ങളിലെയും 11ാം ദിവസമാണ് ഏകാദശി എന്നറിയപ്പെടുന്നത്. ഈ ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം വിഷ്ണു പ്രീതികരമായി കണക്കാക്കപ്പെടുന്നു. ഏകാദശിയുടെ തലേ ദിവസം, അതായത് ദശമി ദിവസവും പിറ്റേ ദിവസം ദ്വാദശി ദിവസവും കൂടി ഉൾപ്പെടുന്നതാണ് വ്രതം. തലേ ദിവസവും പിറ്റേ ദിവസവും ഒരിക്കലും ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസവുമാണ് പറഞ്ഞിട്ടുള്ളത്. ഏകാദശി നാളിൽ സകല ദേവഗണങ്ങളും ക്ഷേത്രത്തിൽ എത്തുമെന്നാണ് വിശ്വാസം. ഓരോ മൺതരിയിലും വിഷ്ണു ചൈതന്യം പ്രസരിക്കുന്ന ദിനം. ചന്ദ്രമാസത്തിലെ 11ാമത്തെ തിഥിയാണ് ഏകാദശി. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. അമാവാസിയുടെ പിറ്റേന്ന് പ്രഥമ മുതൽ പൗർണമി വരെയുള്ള 15 ദിവസമാണ് ശുക്ലപക്ഷം. ഗുരുവും വായുവും പ്രതിഷ്ഠ നടത്തിയതും മേൽപ്പുത്തൂർ നാരായണീയം എഴുതി സമർപ്പിച്ചതും ഏകാദശി നാളിലാണെന്ന് വിശ്വസിക്കുന്നു. അരനൂറ്റാണ്ടിലേറെ ഗുരുവായൂരപ്പനെ സേവിച്ച ഗുരുവായൂർ കേശവൻ ഏകാദശി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ചെരിഞ്ഞത്. കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം. ഏകാദശിയുടെ തലേ ദിവസം, അതായത് ദശമി ദിവസം ഒരിക്കലൂണാണ്. ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരിയാഹാരം ഒഴികെയുള്ള ധാന്യാഹാരങ്ങളോ കഴിക്കുക. എണ്ണ തേച്ച് കുളിക്കാനോ പകൽ സമയങ്ങളിൽ ഉറങ്ങാനോ പാടില്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക. ദശമി, ഏകാദശി, ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി ജപിക്കുന്നതും സദ്ഫലം നൽകുമെന്നാണ് വിശ്വാസം. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ്. കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തുളസി നനയ്ക്കുന്നതും തുളസിത്തറയ്ക്ക് 3 പ്രദക്ഷിണം വയ്ക്കുന്നതും നല്ലത് തന്നെയാണ്. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് ഉത്തമം.